നമ്മളെ ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോളെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും കൂടിയിട്ടുണ്ട്. അനുമോൾ അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ നൂറയും ഇരിക്കുന്നുണ്ട്. ആദില അവിടെ നിൽപ്പുണ്ട്. നെവിനും അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അക്ബറും ഷാനവാസും ആദിലയുടെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ എല്ലാവരും കൂടിയിട്ട് അനുമോളെ വെസൽ കഴുകാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുമോൾ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഫൈറ്റിംഗ് ആണ് നൂറയും ആദിലയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ തനി നിറം ഇപ്പോൾ മനസ്സിലായി എന്നും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്ന് കാണിക്കുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന മനസ്സിന് കുത്തുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദില നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അനുമോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അനുമോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെ കൂടിയത് എന്തോന്ന് കണ്ടിട്ടാണ് എന്നുള്ള രൂപത്തിൽ ആദിലയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ആദില ഞാൻ എന്ത് കണ്ടിട്ടാണ് നിൻ്റെ കൂടെ കൂടിയത്, നിൻ്റെ വീട് കണ്ടിട്ടാണോ അതോ നിൻ്റെ കാറ് കണ്ടിട്ടാണോ, അങ്ങനെ പല ചീപ്പ് സംസാരങ്ങളാണ് അനുമോളെ ട്രിഗർ ചെയ്തുകൊണ്ട് ആദിലയും നൂറയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആദില പറയുന്നുണ്ട്, നിനക്ക് വെറുതെ അല്ല ഫ്രണ്ട്സുകളൊന്നും ഇല്ലയെന്ന് നീ എന്നോട് പറഞ്ഞത്, നിൻ്റെ അടിമകളാക്കാൻ നിനക്ക് ആരെങ്കിലും കിട്ടുമോ, പൈസ കൊടുത്ത കുറേ റിലേഷന് കിട്ടുമായിരിക്കും, അതുപോലെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് നിൻ്റെ റിലേഷനൊക്കെ, അഹങ്കാരിയാണ് എന്നൊക്കെ പറയുന്നു. കൂടെ തന്നെ നൂറയും പറയുന്നുണ്ട് അക്ബറും എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞതുപോലെ അവരുടെ കൂടിയിട്ട് പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് അനീഷേട്ടൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അനീഷേട്ടനെ കണ്ട ഉടനെ വന്നോ എന്ന് വെച്ചിട്ട് അക്ബർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അനീഷേട്ടൻ വന്നപ്പോൾ അക്ബർ ഒന്ന് തിരിഞ്ഞു പോയെങ്കിലും വീണ്ടും തിരിച്ചു വന്ന് എന്തൊക്കെയോ അനുമോളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അനീഷേട്ടൻ ആ സമയത്ത് ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ആദില പറഞ്ഞു, എത്തിയല്ലോ ആള്, ഇനി അവൾക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നൊക്കെ പറയുന്നുണ്ട്. അനീഷേട്ടനും സൈലൻ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. വളരെ ചീപ്പ് വാക്കുകളാണ് ആദിലയും നൂറയും അനുമോൾക്കെതിരെ പ്രയോഗിക്കുന്നത്. എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം അവർ അനീഷേട്ടനോട് പറഞ്ഞു, അനീഷേട്ട അത് ശരിയാണോ, ഈ ചെയ്യുന്നത് ശരിയാണോ, ബസ്സിൽ കഴുകാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, അത് എപ്പോഴുള്ള ബസ്സിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അനുമോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷേ അവർ അത് സമ്മതിക്കുന്നില്ല. നീ അഹങ്കാരിയാണ്, നീ സ്ത്രീയാണെങ്കിൽ പോയി കഴുകുക, അങ്ങനെ പല പ്രയോഗങ്ങളും പോലെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇത് എപ്പോഴത്തെ ബസ്സിലാണെന്ന് ചോദിക്കുന്നുണ്ട്. ഉച്ചക്കത്തെ ബസ്സിലും അതിലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ബസ്സിൽ ടീമിനെ മാറ്റിയതെന്നും അതുകൊണ്ട് തന്നെ അത് അനുമോൾ കഴുകേണ്ടതില്ല എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് വൈകുന്നേരം കേസരി ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനീഷേട്ടന് പറയാനുള്ളത് പറഞ്ഞിട്ട് അനീഷേട്ടൻ വന്നപ്പോൾ അനുമോളും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നീ ഇപ്പോൾ അനീഷേട്ടനോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അനീഷേട്ടൻ നടന്നു പോയി. ഇതൊക്കെയാണ് ഗൈസ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.